നമസ്കാരം. പ്രധാന വാർത്തകൾ. മോൺത കരതൊടുക 28-ന് 3 സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത. ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം അതിവേഗം ശക്തി പ്രാപിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടെ മോൺത ചുഴലിക്കാറ്റ് അതിവേഗം ശക്തി പ്രാപിക്കും. ഒഡീഷ ആന്ധ്ര തീരത്ത് ഒക്ടോബർ 28-ന് കരതൊടും. 110 കിലോമീറ്റർ വരെ വേഗതയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. ഒഡീഷ, ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. തീരപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കും. ഒഡീഷ തീരത്ത് നിന്ന് നിലവിൽ 900 കിലോമീറ്റർ അകലെയാണ് ന്യൂനമർദ്ദമുള്ളത്. നാളെ മുതൽ ആന്ധ്രയിലെ റായലസീമ പ്രദേശത്തും തീരദേശത്തും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒക്ടോബർ 28-ന് വൈകുന്നേരമോ രാത്രിയോ ആന്ധ്രയുടെ തീരപ്രദേശമായ കാക്കിനഡയ്ക്ക് സമീപം മച്ചിലിപ്പട്ടണത്തിനും കലിംഗപട്ടണത്തിനുമിടയിൽ ചുഴലിക്കാറ്റ് തീരം തൊടുമെന്നാണ് കരുതുന്നത്. ജി സുധാകരനെ അവഗണിച്ച് CPM ഇറക്കിയ നോട്ടീസിൽ പേരില്ല. അപമാനം. തോട്ടപ്പള്ളി നാലുചിറ പാലം ഉദ്ഘാടനത്തിനായി CPM ഇറക്കിയ നോട്ടീസിൽ ജി സുധാകരന്റെ പേരില്ല. CPM തോട്ടപ്പള്ളി ലോക്കൽ കമ്മിറ്റി ഇറക്കിയ പാലം ഉദ്ഘാടന നോട്ടീസിൽ നിന്നാണ് ജി സുധാകരനെ ഒഴിവാക്കിയത്. നേരത്തെ PWD ഇറക്കിയ നോട്ടീസിൽ ഉൾപ്പെടെ ജി സുധാകരന്റെ പേരും ചിത്രവും ഉണ്ടായിരുന്നു. പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റിലായിരുന്നു ജി സുധാകരന്റെ പേരുണ്ടായിരുന്നത്. നാളെ മുഖ്യമന്ത്രിയാണ് പാലം ഉദ്ഘാടനം ചെയ്യുന്നത്. ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെയാണ് നാലുചിറ പാലം കൊണ്ടുവന്നത്. സുധാകരന്റെ മണ്ഡലത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. വയോധികനെ റോഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് അന്വേഷണം. ഒറ്റപ്പാലം കോതക്കുറിശ്ശിയിലാണ് വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൂച്ചിക്കൂട്ടത്തിൽ 69-കാരനായ നാരായണനാണ് മരിച്ചത്. മോഡൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള റോഡിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു. മരണകാരണം വ്യക്തമല്ല. വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ഇൻചാർജ് ആത്മഹത്യ ചെയ്ത നിലയിൽ. വെള്ളനാട് വെള്ളൂർപ്പാറ സ്വദേശി അനിൽകുമാറാണ് ആത്മഹത്യ ചെയ്തത്. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട 1.5 വർഷത്തിലേറെയായി ഇദ്ദേഹം സസ്പെൻഷനിലാണ്. മുമ്പ് കോൺഗ്രസ് ഭരണത്തിലായിരുന്നു ബാങ്ക് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ്. വീട്ടുമുറ്റത്തെ പ്ലാവിലാണ് അനിൽകുമാറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനിൽകുമാറിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. PP ദിവ്യയ്ക്കും പ്രശാന്തിനുമെതിരെ മാനനഷ്ട കേസ്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 65 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കുടുംബം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ എന്നിവർക്കെതിരെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. നവീൻ ബാബുവിനെ അഴിമതിക്കാരനെന്ന് തെറ്റായി പൊതുസമൂഹത്തിന് മുന്നിൽ ചിത്രീകരിച്ചു. മരണശേഷവും പ്രശാന്തൻ പലതവണ ഇത് ആവർത്തിച്ചു. ഇതാണ് ഹർജിയിലെ ആരോപണം. ഹർജി ഫയലിൽ സ്വീകരിച്ച പത്തനംതിട്ട സബ് കോടതി ദിവ്യയ്ക്കും പ്രശാന്തിനും നോട്ടീസ് അയച്ചു. അടുത്ത മാസം 11-ന് പരിഗണിക്കും.